നമസ്കാരം. ലൈംഗികാരോപണ വിധേയനായി അന്വേഷണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതാണ് പുതിയ സമ്മേളന കാലയളവിലെ ശ്രദ്ധേയമായ ആദ്യ സംഭവം. രാഹുലിന്റെ വരവോടെ ആശ്വാസത്തിലായത് ഭരണപക്ഷമാണ്. കസ്റ്റഡി മർദ്ദന വിവാദങ്ങളിൽ മുഖം പോയിരിക്കുന്ന സർക്കാരിന് പിടിവള്ളിയായിരിക്കുകയാണ് സഭയിലേക്കുള്ള രാഹുലിന്റെ എൻട്രി. അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിൽ രാഹുലിനെതിരെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. പ്രതിഷേധിക്കാതെ രാഹുലിനെ സ്വീകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു രാഹുലിനോട് ഇന്ന് ഭരണപക്ഷത്തിന് ഉണ്ടായത്. രാഹുൽ സഭയിൽ ഹാജരുണ്ടെങ്കിൽ സർക്കാരിനെതിരായ മറ്റു വിഷയങ്ങളെ സമർത്ഥമായി അട്ടിമറിക്കാമെന്ന് സർക്കാർ കരുതുന്നു. എന്നാൽ രാഹുൽ സഭയിൽ ഹാജരായതോടെ വെട്ടിലായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചാണ് രാഹുൽ സഭയിലെത്തിയതെന്ന പൊതുവികാരം ഉയർന്നിട്ടുണ്ട്. ഇതോടെ സമ്മേളനകാലത്ത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിശ്വാസമില്ലാത്ത പ്രതിപക്ഷ നേതാവെന്ന കാര്യം പറഞ്ഞ് മുതലെടുക്കാനാകും സർക്കാർ ശ്രമം. വരും ദിവസങ്ങളിൽ രാഹുൽ വിഷയം എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്ന സമയത്താണ് ആകാംക്ഷ അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. നിയമസഭയിലേക്ക് എത്തുന്നത്. രാഹുൽ സഭയിലേക്ക് എത്തിയപ്പോൾ ആരും പ്രതികരിച്ചില്ല. ഭരണപക്ഷത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിൽ ഇരുന്നത്. CPM ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം PV അൻവറിന് നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സ്പീക്കർ അനുവദിച്ചത്. പതിവായി വിമതർക്കുള്ള സീറ്റിലേക്കാണ് രാഹുൽ വിമത പരിവേഷത്തിൽ എത്തിയത്. സഭയിൽ UDF ബ്ലോക്ക് തീർന്നതിനു ശേഷം വരുന്ന അടുത്ത സീറ്റാണിത്. പുറകിലെ നിരയിലായതിനാൽ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത്. സഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അനുവാദം ലഭിച്ചില്ല. പ്രതിപക്ഷ നിരയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം രാഹുൽ സഭയിലെത്തിയാൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളുടെ വീര്യം കുറയുമെന്നതുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത്. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ, അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം, തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ DYFI നേതാവിന്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവ ഉന്നയിച്ച് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനിരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഭരണപക്ഷത്തിന്റെ കയ്യിൽ അടിക്കാനുള്ള വടിയാണ് രാഹുൽ സഭയിലെത്തിയതോടെ നൽകിയത്. രാഹുലിനെ സഭയിൽ എത്തിക്കുമെന്ന വാശിയിലായിരുന്നു PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള പഴയ പക്ഷം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ MP, PC വിഷ്ണുനാഥ് MLA എന്നിവരും മുൻ KPCC അധ്യക്ഷൻ MM ഹസനും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന്റെ കാര്യങ്ങൾ പാർട്ടി നോക്കേണ്ടതില്ലെന്നും സഭയിലെത്തേണ്ട കാര്യം രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്നും മറുവിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് രാഹുൽ സഭയിലെത്തിയതോടെ വി.ഡി. സതീശൻ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് നടപടി സ്വീകരിക്കാൻ പല നേതാക്കളും മുറവിളി കൂട്ടിയിരുന്നു. ആ നേതാക്കളെല്ലാം നിലപാട് മയപ്പെടുത്തിയെങ്കിലും വി.ഡി. സതീശൻ പിന്നോട്ട് പോയില്ല. രാഹുൽ തങ്ങളുടെ ഭാഗമല്ലെന്നാണ് സതീശൻ പറഞ്ഞത്. തങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകയാണ് കോൺഗ്രസ് കാട്ടിയതെന്നും വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാട് പാർട്ടിയിലെ എല്ലാ നേതാക്കളും പിന്തുടർന്നെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും വലിയ നേട്ടം ലഭിച്ചേനെ. ഭരണപക്ഷത്ത് ലൈംഗിക ആരോപണം നേരിടുന്നവർ ഒരു കൂസലുമില്ലാതെ ഇരിക്കുമ്പോൾ കോൺഗ്രസ് ശക്തമായി നടപടി സ്വീകരിച്ചെന്ന വാദം പാർട്ടിക്ക് ഉയർത്താമായിരുന്നു. എന്നാൽ ഇന്ന് രാഹുൽ സഭയിലെത്തിയതോടെ ഈ നേട്ടങ്ങളെല്ലാം കാറ്റിൽ പറക്കാൻ അതൊരു കാരണമായി. നിയമസഭയിൽ വരരുതെന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് സഭയിലെത്തിയത്. നിയമപരമായി സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല. ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ ഇതുവരെ പൊതുപരിപാടിയിൽ ഒന്നിലും പങ്കെടുത്തിരുന്നില്ല. നിയമസഭയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാനാണ് തീരുമാനം. ശേഷം മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുലിന്റെ നീക്കം. വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ ഇതുവരെ പാലക്കാട് പോയിട്ടില്ല. അതേസമയം ചില നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമാണ് രാഹുൽ നിയമസഭയിൽ എത്തിയതെന്നാണ് വിവരം.